അവിവാഹിതനായ ഒരാൾക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം, അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യാം. ഈ നാട്ടിലെ നിയമം അതിനെല്ലാ സ്വാതന്ത്ര്യവും അവകാശവും തന്നിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചും ഈ അവകാശങ്ങളെല്ലാം ഉണ്ടെങ്കിലും അയാൾക്ക് സമൂഹത്തോട് ചില പ്രതിബദ്ധതകളുണ്ടല്ലേ. അവരിൽ പൊതുസമൂഹം മാന്യതയും മര്യാദയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ലൈംഗികാരോപണ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംഭാഷണങ്ങൾ കേട്ടാൽ തന്നെ അറപ്പ് തോന്നും. അയാളെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയോട് പറയുന്ന അസഭ്യവാക്കുകൾ ലജ്ജിപ്പിക്കുന്നതാണ്. പുതിയതായി പുറത്തു വന്ന ശബ്ദ സംഭാഷണത്തിലാണ് രാഹുലിൻ്റെ തനി സ്വഭാവം മനസ്സിലായത്. പരാതിക്കാരിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് സംഭാഷണത്തിൽ വ്യക്തമാണ്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനാണ് പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. ലൈംഗികാരോപണ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപമാണ് പുറത്തുവന്നത്. പരാതിക്കാരിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും സംഭാഷണത്തിൽ വ്യക്തമാണ്. ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും തനിക്കത് ബുദ്ധിമുട്ടാകുമെന്നും രാഹുൽ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കാൻ അത് നമുക്ക് നോക്കാലോ. തന്റെ ആണോന്ന് തനിക്ക് ബോധ്യപ്പെടണോ? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അനാവശ്യം. എങ്കിൽ നമുക്കത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കത് തന്റെ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് നോക്കാലോ. ഇപ്പൊ തന്നെ നോക്കാലോ. ഗർഭഛിദ്രം നടത്താൻ യുവതിയെ രാഹുൽ പലതവണ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സംഭാഷണത്തിനിടെ പരാതിക്കാരിക്ക് നേരെ അസഭ്യ വർഷമാണ് രാഹുൽ നടത്തുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കേ കേട്ടോ. എനിക്ക് തന്റെ അത്ര തരംതാഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണല്ലോ ഇതിപ്പോ വന്നത്. താൻ ഭയങ്കര മിടുക്കനാണ്. താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ്? ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത്. എനിക്കിതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാ? താൻ കാണിക്കുന്നതാണോ സ്നേഹം? തന്റെ ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. താൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. താൻ കൈകാര്യം ചെയ്യേ. തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല. തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുമ്പോ പിന്നെന്തിനാ താനിങ്ങനെ നടന്ന് പഠിക്കുന്നത്? മാനസികമായി തകർന്ന തനിക്ക് ജോലി പോലും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് പരാതിക്കാരി രാഹുലിനോട് പറയുന്നുണ്ട്. ആ മാർച്ച് 17 താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്തു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലോങ് ലീവ് എടുത്തു. അവരുടെ കൂടെ വന്ന് നിന്നു. ബെഡിന്ന് എഴുന്നേക്കാതെ കിടന്ന എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വെക്കുകയാണ് എന്താണ് എന്റെ ലൈഫ് സംഭവിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്. പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്ക് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം. ഫോൺ കോളിനിടെ ആദ്യം യുവതിയെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ അവസാനം പരാതിക്കാരിയെ അനുനയിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച പുതിയ തെളിവുകൾക്കൊപ്പമാണ് ഫോൺ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം കോടതിയിൽ എത്തിച്ചത്. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്ന് കൊല്ലാനാണോ? എനിക്ക് എന്നാ കൊന്നേരം. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.